വെൽക്കം ടു ജയാസ് ഹോംലി കിച്ചൺ. ഇന്ന് നമുക്ക് വീറ്റ് ഹൽവ തയ്യാറാക്കാം. ഇതിനു വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ ഗോതമ്പ് മാവ് 1 കപ്പ് മെഷർ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ എടുത്തിട്ടുള്ളത് 1.5 കപ്പ് പഞ്ചസാരയാണ്. 1.5 കപ്പ് മധുരം വേണമെന്നില്ല പഞ്ചസാര. കുറച്ചും കൂടെ വേണമെങ്കിൽ മധുരം കുറയ്ക്കാം. 1.25 കപ്പോളം എടുത്താലും മതിയാവും. പിന്നെ വേണ്ടത് നെയ്യാണ്. 1 കപ്പ് മാവിന് ഏകദേശം 1/2 കപ്പോളം നെയ്യ് വേണം. പിന്നെ വേണ്ടത് 3 കപ്പ് വെള്ളമാണ് ഞാനിവിടെ എടുത്തു വെച്ചിട്ടുള്ളത്. ഇത് ചൂടുവെള്ളമല്ല, സാധാരണ റൂം ടെമ്പറേച്ചറിലെ വെള്ളമാണ് എടുത്തു വെച്ചിട്ടുള്ളത്. പിന്നെ വേണ്ടത് 1/2 ടീസ്പൂണോളം ഏലക്കാപ്പൊടി, ഒരു 10-20 കാഷ്യൂ നട്ട്സും എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഒരു നുള്ള് കളർ പൊടി, ഒരു 1/2 കപ്പ് വെള്ളത്തിൽ കലക്കി വെച്ചിട്ടുണ്ട്. ഇത് വേണമെങ്കിൽ നമുക്ക് ചേർത്താൽ മതി, ഇത് ഓപ്ഷണലാണ്. നമുക്ക് ഹൽവ തയ്യാറാക്കുന്നതിന് മുമ്പ് 2-3 കാര്യങ്ങൾ തയ്യാറാക്കി വെക്കണം. ഒന്നാമത്തേത്, നമ്മൾ ഏതിലാണോ ഈ ഹൽവ തയ്യാറാക്കി ഒഴിക്കുന്നത് ആ പാത്രം ഒന്ന് നെയ്യ് പുരട്ടി വയ്ക്കണം. ആദ്യം നമുക്ക് ഈ ട്രേ ഒന്ന് കുറച്ച് നെയ്യ് തേച്ച് നന്നായിട്ട് ഗ്രീസ് ചെയ്ത് വെക്കാം, ഇല്ലെങ്കിൽ നമ്മുടെ ഹൽവ ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട്. വളരെ കുറച്ച് നെയ്യ് എല്ലാ വശത്തും നന്നായിട്ട് ഇങ്ങനെ തേച്ച് പിടിപ്പിച്ച് വെക്കണം. ഇനി നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള 3 കപ്പ് വെള്ളത്തിൽ കുറച്ചായിട്ട് ഗോതമ്പ് മാവ് ചേർത്ത് നന്നായിട്ടൊന്ന് ലൂസായിട്ട് ഈ മാവ് തയ്യാറാക്കി വെക്കണം. കുറച്ചായിട്ട് മാവ് ചേർത്ത് നല്ല ലൂസായിട്ട് ഇങ്ങനെ നല്ല വെള്ളം പോലെയായിട്ട് നമുക്കിത് തയ്യാറാക്കി വെക്കാം. ഒന്നിച്ച് മാവെടുത്ത് ഇടുകയാണെങ്കിൽ പെട്ടെന്ന് കട്ട പിടിക്കും. അതുകൊണ്ട് കുറച്ച് മാവ് ചേർത്ത് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ എടുത്തു വെച്ചിരിക്കുന്ന മാവെല്ലാം നന്നായിട്ട് അലിഞ്ഞതിന് ശേഷം അടുത്ത സെറ്റ് മാവ് ഇട്ട് കൊടുക്കുക. നല്ല വെള്ളം പോലെ ഇത് ഡയല്യൂട്ട് ചെയ്ത് മിക്സ് ചെയ്തെടുക്കണം. ബാക്കിയുള്ളതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. എല്ലാ മാവും ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മാവ് നന്നായിട്ട് വെള്ളം പോലെ ഒട്ടും കട്ടയില്ലാതെ ഞാനിവിടെ കലക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ എത്ര തന്നെ നന്നായിട്ട് കലക്കി വെച്ചാലും 1-2 തരികളെങ്കിലും കാണും. അതുകൊണ്ട് നമുക്കിത് ഒന്ന് അരിച്ചെടുത്ത് വയ്ക്കാം. ഞാനിങ്ങനെ ഒരു അരിപ്പ് ഉപയോഗിച്ച് വേറൊരു പാത്രത്തിൽ അരിച്ച് വെച്ചിട്ടുണ്ട്. ചെറിയ തരികളൊക്കെ കാണും. ഇങ്ങനെ നല്ല ഫൈനായിട്ട് നല്ല വെള്ളം പോലെയുള്ളത് ഇങ്ങനെ അരിച്ചെടുത്ത് മാറ്റി വയ്ക്കണം. ഇനി നമുക്ക് ഒരു ചീൻചട്ടി ചൂടാക്കി 1/2 ടീസ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഈ നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കാഷ്യൂ നട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് വയ്ക്കാം. ഇത് 1-2 ചെറിയ പീസായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. മുഴുവനായിട്ട് വേണമെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാം. ഇത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. നന്നായിട്ട് നിറം മാറി വരുമ്പോൾ നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. റോസ്റ്റ് ചെയ്ത കാഷ്യൂ നട്ട് ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതേ പാൻ ചൂടാക്കി അതിനകത്ത് നമ്മളിങ്ങനെ കലക്കി റെഡിയാക്കി വെച്ചിട്ടുള്ള ഗോതമ്പ് മാവ് ഒഴിച്ചു കൊടുക്കാം. ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിനേക്കാളും കുറച്ച് വെച്ച് ഇത് തയ്യാറാക്കുന്നതാണ് നല്ലത്. കാരണം ഇത് പെട്ടെന്ന് കട്ട കെട്ടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് വേണം ഇത് തയ്യാറാക്കിയെടുക്കാൻ. ചെറുതായിട്ട് ചൂടായിട്ട് വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ച് കൊടുക്കാം. കാരണം നമ്മൾ ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ പോലും ഇത് പെട്ടെന്ന് കട്ടിയായി കുറുകി കിട്ടും. ഇത് പെട്ടെന്ന് വെന്ത് കിട്ടുകയാണെങ്കിൽ നമുക്കിതിൻ്റെ പച്ച മണമൊന്നും മാറി കിട്ടത്തില്ല. പെട്ടെന്ന് നമുക്ക് ഹൽവ സെറ്റായി കിട്ടും. പക്ഷേ ഇതിന് കഴിക്കുമ്പോൾ ഒരു പച്ച ടേസ്റ്റ് കാണും. അതുകൊണ്ട് ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ച് നന്നായിട്ട് ഇളക്കി വേണം ഇത് വേവിച്ചെടുക്കാനായിട്ട്. ഗോതമ്പ് മാവ് അടി പിടിക്കാനും പാടില്ല. നല്ല സ്മൂത്തായിട്ട് ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ച് ഇത് ഇളക്കി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇത് ഏകദേശം ഒരു നന്നായിട്ടൊന്ന് വെന്ത് കിട്ടാനായിട്ട് 8-10 മിനിറ്റോളം വേണ്ടി വരും. കാരണം നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിരിക്കുന്നത് കൊണ്ട് വളരെ സ്ലോ ആയിട്ട് ഇതാകത്തുള്ളൂ. ഇല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കട്ട പിടിക്കും. നമുക്ക് പിന്നെ അത് മാനേജ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ വെച്ച് വളരെ സാവകാശം ഇതൊന്ന് കുറുക്കിയെടുക്കാം.
ആദ്യത്തെക്കാളും കുറച്ചും കൂടെ കുറുകി വരുന്നുണ്ട്. ചെറുതായിട്ട് കട്ട പിടിക്കുന്ന പോലെ നമുക്ക് തോന്നും. ആ സമയത്ത് നന്നായിട്ട് ഫ്ലെയിം കുറച്ച് വെച്ച് നന്നായിട്ട് ഇളക്കി നന്നായിട്ട് ഇത് യോജിപ്പിച്ചെടുക്കുക. അടി പിടിക്കുന്ന പോലെ തോന്നുന്നെങ്കിൽ ശകലം നെയ്യ് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. വളരെ കുറച്ചായിട്ട് നെയ്യ് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. ഇങ്ങനെ കൈവിടാതെ ഇത് ഇളക്കിയെടുക്കുക. കട്ട പിടിക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. കുറച്ചും കൂടെ തിക്കായി വരുന്നുണ്ട്. ഇത് നന്നായിട്ട് തിക്കായി വരുന്ന സമയം വരെ നമുക്കിതൊന്ന് കുറുക്കിയെടുക്കാം. കുറച്ചും കൂടെ തിക്കായി വരുന്നുണ്ട്. കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഈ സമയത്ത് നമുക്ക് 1 ടീസ്പൂൺ കൂടെ നെയ്യ് ചേർത്ത് കൊടുക്കാം. വളരെ കുറച്ച് നെയ്യ് ചേർത്ത് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ആദ്യമേ നമ്മൾ മൊത്തം നെയ്യ് ഒഴിക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഇത് സെറ്റായി കിട്ടും. നമുക്ക് അങ്ങനെയല്ല ആവശ്യം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഹൽവ കിട്ടാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് നെയ്യ് ചേർത്ത് കൊടുത്ത് യോജിപ്പിച്ചെടുക്കുക. എന്നാൽ മാത്രമേ ഈ ഗോതമ്പ് മാവിൻ്റെ പച്ചമണം നന്നായിട്ട് നമുക്ക് മാറിക്കിട്ടത്തുള്ളൂ. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഗോതമ്പ് മാവ് നന്നായിട്ട് കട്ടയായിട്ടുണ്ട്. കുറച്ചും കൂടെ നല്ല സെറ്റായി വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് കുറച്ച് നെയ്യും കൂടെ ചേർത്ത് ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഫ്ലെയിം ഒട്ടും കൂട്ടി വയ്ക്കരുത്. ഈ സമയത്ത് ഫ്ലെയിം വളരെ കുറച്ചായിരിക്കണം. നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. നമ്മൾ ഫ്ലെയിം കുറച്ച് വെച്ചിരിക്കുന്നതുകൊണ്ട് നെയ്യ് കുറച്ചായിട്ട് ചേർത്തെടുക്കുന്നതാണ് നല്ലത്. നെയ്യ് ഒരിക്കലും എല്ലാം കൂടെ ഒന്നിച്ചൊഴിച്ച് അരക്കപ്പ് നമ്മൾ ഒന്നിച്ചൊഴിച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്കത് ബുദ്ധിമുട്ടായിരിക്കും. കുറച്ച് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഏകദേശം ഞാനിത് ഇളക്കാൻ തുടങ്ങിയിട്ട് ഒരു 8-10 മിനിറ്റ് ആയിട്ടുണ്ട്. മാവ് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ പച്ചമണമെല്ലാം നന്നായിട്ട് മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് 1 ടീസ്പൂൺ നെയ്യും കൂടെ ഈ സമയത്ത് ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഈ സമയത്ത് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം മാവ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. കുറച്ച് തിക്കായിട്ടുണ്ട്. കാണുമ്പോൾ അറിയാം. ഇങ്ങനെ വിട്ട് വരുന്ന ഒരു സമയമാകുമ്പോൾ നമ്മൾ അളന്ന് വെച്ചിരിക്കുന്ന പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. പഞ്ചസാര ചേർത്ത് കൊടുക്കുമ്പോൾ നമുക്കറിയാം കുറച്ചും കൂടെ ലൂസാവും. ഈ സമയത്ത് അങ്ങനെ കട്ട പിടിക്കാൻ ചാൻസ് കുറവാണ്. എന്നാൽ തന്നെയും കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഈ പഞ്ചസാരയെല്ലാം നന്നായിട്ട് അലിഞ്ഞ് ഇത് കുറച്ച് ലൂസാവും. അതിനുശേഷം ഇത് നല്ല കട്ടിയായി കിട്ടും. ഇതിനൊരു 8-10 മിനിറ്റെങ്കിലും വേണ്ടി വരും. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. മാവും പഞ്ചസാരയും നെയ്യും എല്ലാം കൂടെ നന്നായിട്ട് ചേർന്ന് കിട്ടണം. ഇതിന് കുറച്ച് ചെറുതായിട്ടൊന്ന് ഇത് ലൂസായി കഴിഞ്ഞ് കട്ടിയായി തുടങ്ങുന്ന സമയത്ത് നമുക്ക് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള കളറും ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. പഞ്ചസാര നന്നായിട്ട് അലിഞ്ഞിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് കട്ടിയായി തുടങ്ങുന്നുണ്ട്. ഈ സമയത്ത് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള കളറ് ഒരു തുള്ളി ഒഴിച്ചു കൊടുത്ത് നോക്കാം. ആവശ്യത്തിനനുസരിച്ച് കളർ ചേർത്ത് കൊടുക്കുക. ഒരുപാട് ചേർക്കുകയാണെങ്കിൽ ഇത് വളരെ ഡാർക്കായി പോകും. ഇത്രയും മതി. ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ അളവേ ചേർത്തിട്ടുള്ളൂ. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ പൊടിച്ച് റെഡിയാക്കി വെച്ചിട്ടുള്ള ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഹൽവയിൽ കളറും ഏലക്കാപ്പൊടിയും ചേർത്തിട്ടുണ്ട്. 1/2 കപ്പ് നെയ്യും ഞാൻ പല പ്രാവശ്യമായി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പം കുറച്ചും കൂടെ ട്രാൻസ്പാരൻ്റ് ആയിട്ട് ഒരു ഷൈനിങ് ആയിട്ട് വരുന്നുണ്ട്. ഇനി ഈ സൈഡെല്ലാം വിട്ട് നമ്മൾ ഈ ഒഴിച്ചിട്ടുള്ള നെയ്യ് ചെറുതായിട്ടൊന്ന് സൈഡിൽ നിന്ന് ഇങ്ങനെ നന്നായിട്ട് ഊറി വരും. ആ സമയം വരെ നമുക്ക് നന്നായിട്ട് ഇളക്കിയെടുക്കണം. എന്നാൽ മാത്രമേ ഹൽവ നന്നായിട്ട് സെറ്റായിട്ട് നമുക്ക് നല്ല പീസായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. ഇനി 2-3 മിനിറ്റും കൂടെ നമുക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഇതിപ്പോൾ സൈഡിൽ നിന്ന് വിട്ട് പോരുന്നുണ്ട്. കുറച്ചും കൂടെ നന്നായിട്ട് കട്ടിയായിട്ട് ഇതൊന്ന് ഉരുണ്ട് കിട്ടും. ആ പരുവം വരെ ഇത് നന്നായിട്ട് ഇളക്കിയെടുക്കണം. ഹൽവ പാത്രത്തിൽ നിന്ന് നന്നായിട്ട് വിട്ട് മാറി ഇങ്ങനെ ഉരുണ്ട് വരുന്നുണ്ട്. എല്ലാം കൂടെ ചേർത്ത് വെച്ചാൽ ഒരു ഉരുളയാക്കാൻ നമുക്ക് പറ്റും. ഈ സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ശരിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ നെയ്യ് പുരട്ടി വെച്ചിട്ടുള്ള പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിനകത്ത് ശ്രദ്ധിക്കാനുള്ളത് ഇങ്ങനെ പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്നത് മാത്രമല്ല, ഇതെല്ലാം കൂടെ ചേർന്ന് ഒരു ഉരുളയാകാനായിട്ട് തയ്യാറാകുന്ന സമയത്താണ് ഹൽവ സെറ്റായി എന്ന് മനസ്സിലാക്കാനായിട്ട്. ഇതിപ്പോൾ എല്ലാം കൂടെ ഒന്ന് ഉരുണ്ട് ചേർന്ന് വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം. നെയ്യ് പുരട്ടി വെച്ചിട്ടുള്ള പാത്രത്തിൽ ഞാൻ ഈ ഹൽവ ഒഴിച്ചു കൊടുക്കുകയാണ്.
ബാക്കിയുള്ളതും കൂടെ ഒഴിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് പാത്രത്തിൽ നിന്ന് എല്ലാം ഞാൻ ഈ മോൾഡിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഞാൻ കുറച്ച് നെയ്യ് അതിൻ്റെ മുകളിലായിട്ട് തേച്ചിട്ട് ഇതെല്ലാം ലെവൽ ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. ഇത് നന്നായിട്ട് ലെവൽ ചെയ്തെടുക്കണം. എല്ലാ സ്ഥലത്തും ഒരുപോലെ നല്ല സ്മൂത്തായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ചൂടോടുകൂടി തന്നെ ഇത് ചെയ്ത് കൊടുക്കുക, ഇല്ലെങ്കിൽ ഇത് കട്ടയായി പോവും. നന്നായിട്ട് ലെവൽ ചെയ്തെടുക്കാം. ഹൽവ നന്നായിട്ട് ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് നെയ്യ് പുരട്ടി ഒരു സ്പൂണോ എന്തെങ്കിലും ഉപയോഗിച്ച്, വലിയ ഒരു തവിയോ എന്തെങ്കിലും ഉപയോഗിച്ച് നന്നായിട്ട് ഷേപ്പ് ചെയ്തെടുക്കുക. എന്നിട്ട് അതിൻ്റെ ഞാൻ ഇതിനകത്ത് കാഷ്യൂ നട്ട്സ് ചേർത്തിട്ടില്ലായിരുന്നു. ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് കാഷ്യൂ നട്ട്സ് ചേർത്ത് കൊടുക്കുക. ഇതിൻ്റെ കൂടെ തന്നെ കാഷ്യൂ നട്ട്സ് ഇളക്കിയെടുക്കാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഞാൻ ഇതിൻ്റെ മുകളിൽ കുറച്ച് വിതറുന്നതേ ഉള്ളൂ. ഇനി ഇതൊരു 1-1.5 മണിക്കൂർ നന്നായിട്ട് സെറ്റായതിന് ശേഷം നമുക്കിത് പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. 1.5 മണിക്കൂർ കൊണ്ട് ഹൽവ നല്ല സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഞാനിത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓരോരുത്തർക്കും ഇഷ്ടമുള്ള ആകൃതിയിൽ കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഈ ഹൽവ കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്, അതുപോലെ വളരെ സോഫ്റ്റുമാണ്. നമ്മൾ വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന രീതിയിലാണ് ഇതിൻ്റെ ടെക്സ്ചർ. പക്ഷെ നമുക്ക് നന്നായിട്ട് ഇത് കട്ട് ചെയ്തെടുക്കാനും പറ്റും. ഇതിനകത്ത് പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, മാവ് നന്നായിട്ട് വെള്ളം ഒഴിച്ച് കലക്കി വളരെ ഡൈല്യൂട്ട് ആക്കിയതിന് ശേഷം വേണം ഇത് തയ്യാറാക്കാൻ. ഇല്ലെങ്കിൽ ഇതിൻ്റെ പച്ചമണം മാറത്തുമില്ല, നമുക്ക് ഇതേ ടെക്സ്ചറിൽ കിട്ടത്തുമില്ല. ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇതിനെക്കുറിച്ചുള്ള കമൻസ് എനിക്ക് തീർച്ചയായിട്ടും അറിയിക്കുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.